വർത്തമാന മുസ്ലിം കൈരളിയുടെ ദൈക്ഷണിക സാന്നിധ്യം ഉസ്താദ് ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് മദനിയെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ആദരപുരസരം സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه ومن سلك مسلكهم ودعا بدعوتهم إلى يوم الدين. أما بعد. ബഹുമാന്യരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, സഹോദരീ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരു സംസാരത്തിന് സമയമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാവിലെ തുടങ്ങിയ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നിങ്ങളൊക്കെ അധികം ആളുകളും പോകാനുള്ള തത്രപ്പാടിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതും ഈ പരിപാടികളിൽ സംബന്ധിച്ചതുമൊക്കെ സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. ദാറുൽ ഹുദ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ട് ആണ് തുടങ്ങിയതും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ചെമ്മാട്ട് ഒരു സ്ഥാപനം എന്നതോ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ഈ ഒത്തുകൂടിയ ആളുകളുടെ നേതൃത്വത്തിൽ ഒരു സ്ഥാപനം എന്നതോ ആയിരുന്നില്ല ദാറുൽ ഹുദയുടെ ലക്ഷ്യം. സാമുദായിക രംഗത്ത് മുസ്ലിം ഉമ്മത്തിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പുകൾ, വിടവുകൾ നികത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 30 വർഷങ്ങൾക്ക് മുമ്പ് ദാറുൽ ഹുദ ഗർഭം ധരിക്കുന്നത്. 1983 ആണ് ദാറുൽ ഹുദക്ക് ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ടത്. 86 അവിടെ പഠനം തുടങ്ങി. 29ാമത്തെ വർഷത്തിലാണ് ഇന്ന് ദാറുൽ ഹുദ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ബാപ്പുട്ടി ഹാജിയുടെ ചിത്രം അതിൽ കണ്ടു. അദ്ദേഹം ഒരു പ്രസംഗം ചെയ്യുന്നുണ്ട് 1998. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിന് പുറത്തുനിന്ന്, ഇന്ത്യയുടെ പുറത്തു നിന്നൊക്കെയുള്ള കുട്ടികൾ ദാറുൽ ഹുദയിൽ വന്ന് പഠിക്കണം. ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ച ആളുകൾ അവിടങ്ങളിലൊക്കെ പോയി ദീനീ പ്രവർത്തനങ്ങൾ നടത്തണം. ആഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. ഇന്ന് അൽഹംദുലില്ലാഹ് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ കേരളത്തിന് പുറത്തുള്ള 10-15 സംസ്ഥാനങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ദാറുൽ ഹുദയിൽ വന്ന് പഠിച്ചുകൊണ്ടിരിക്കും. നേപ്പാളിലും ഓസ്ട്രേലിയ വൻകരയിലെ ന്യൂസിലൻഡിലും നിന്നുള്ള വിദ്യാർത്ഥികൾ ദാറുൽ ഹുദയിലുണ്ട്. അതേപോലെ കേരളത്തിലെ ഉസ്താദുമാരായി, മാലിന്യങ്ങളായി, അറബി കോളേജിലെ അധ്യാപകരായി, ഖാദിമാര്, ഖത്തീബുമാര് ഒക്കെയായി, പ്രഭാഷകന്മാരായി ദാറുൽ ഹുദയുടെ സന്തതികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള 10-15 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ച യുവ പണ്ഡിതന്മാർ മതകീയവും വിദ്യാഭ്യാസപരവുമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. കേരളത്തിന് പുറത്ത് ഇതുപോലെയുള്ള GCC രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നെതർലാൻഡ്സിലെ ലീഡൻ യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ അമേരിക്കയിലെ കാലിഫോർണിയയിൽ, നൈജീരിയയിലെ യോബെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയി, സൗദി അറേബ്യയിലെ അൽ ഷഖ്റ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഉസ്താദായി, ഒമാനിലെ അൽ മുസന്നയിലെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഉസ്താദായി,
ഒക്കെ ഹുദവികൾ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ ഹുദവികൾ ഇന്ന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പാപ്പുട്ടി ഹാജിയുടെ അന്നത്തെ സ്വപ്നം സാക്ഷാത്കൃതമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസിലൻഡിന്റെ തലസ്ഥാനമായ ഓഖ്ലൻഡിലെ മസ്ജിദിൽ ഇംഗ്ലീഷിൽ വാളും പ്രസംഗവും ഖുർആൻ ക്ലാസുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ച കൊടുവള്ളിയിലെ മുസ്തഫ ഹുദവി. സിംഗപ്പൂരിലെ മലബാർ മുസ്ലിം ജമാഅത്തിന്റെ കീഴിലുള്ള ജുമാഅത്ത് പള്ളിയിൽ ഇംഗ്ലീഷിൽ വാള് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊണ്ടോട്ടിക്ക് സമീപമുള്ള ഷഫീഖ് ഹുദവിയും വളാഞ്ചേരിക്ക് സമീപമുള്ള അഷ്റഫ് ഹുദവിയും. ഇങ്ങനെ അന്ന് ബാപ്പുട്ടി ഹാജി ഈ സ്വപ്നം കണ്ടത് അദ്ദേഹത്തിന്റെ ഹൃദയ വിശുദ്ധി മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമാണ്. എങ്ങനെയാണത് സാക്ഷാത്കൃതമാവുക എന്നതിന്റെ റൂട്ട്, അതിന്റെ രീതി, പ്രായോഗികമായ സംവിധാനങ്ങൾ അന്ന് ആവിഷ്കൃതമായിട്ടില്ല. നേരെ മറിച്ച് വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നമ്മുടെ ദീനിനു വേണ്ടി, എന്റെ പൊരുത്തത്തിനു വേണ്ടി ആര് പ്രവർത്തിക്കുന്നുവോ ലനഹ്ദിയന്നഹും സുബുലനാ, അവർക്ക് നാം വഴി വെട്ടിത്തെളിച്ചു കൊടുക്കും. അത്തരം പുണ്യവാന്മാരോട് കൂടിയായിരിക്കും അല്ലാഹു എന്ന ഖുർആന്റെ അതുപോലെയുള്ള വേറെ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതായിരുന്നു ബാപ്പുട്ടി ഹാജിയുടെ ഉറപ്പ്. ഇന്ന് അൽഹംദുലില്ലാഹ് 1450-ലധികം വിദ്യാർത്ഥികൾ കേരളത്തിലെ നമ്മുടെ ചെമ്മാട് കേന്ദ്രമായി പഠിച്ചുകൊണ്ടിരിക്കും. ദാറുൽ ഹുദക്ക് പുറത്ത് അതേ പാഠ്യപദ്ധതി അംഗീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 10-15-17 സ്ഥാപനങ്ങൾ വേറെയുമുണ്ട്. അവയിൽ ഏകദേശം 3000-ഓളം വിദ്യാർത്ഥികൾ വേറെയും. ഇങ്ങനെ ഈ 4000, 4500, 5000-ഓളം വിദ്യാർത്ഥികൾ ഈ വിദ്യാഭ്യാസ സംവിധാനത്തിൽ വിജ്ഞാനം നേടിക്കൊണ്ടിരിക്കുകയാണെന്ന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ഉദ്ദേശ്യശുദ്ധി, നേതാക്കന്മാരുടെ, സ്ഥാപകന്മാരുടെ ഈ ഉദ്ദേശ്യശുദ്ധി മാത്രമാണ് ഈ വളർച്ചയ്ക്ക് കാരണമെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു. നിങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. ബാപ്പുട്ടി ഹാജിയും ഹൈദ്രോസ് മുസ്ലിയാരുമൊക്കെ ഇവിടെ സംഭാവനകൾ ശേഖരിക്കാൻ വന്നിരുന്നു ആദ്യകാലത്ത്. അന്ന് ഇവിടെ നിന്ന് പലരും പറഞ്ഞു, നമുക്കൊരു റസീവർമാരെ നിശ്ചയിക്കാം, ഓരോ പോക്കറ്റിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ സിറ്റിയിലും. ബാപ്പുട്ടി ഹാജി പറഞ്ഞത് വേണ്ട, റസീവർമാരെ നിശ്ചയിച്ചാൽ പിരിക്കപ്പെടുന്ന സംഖ്യയുടെ 1% അവർക്ക് കൊടുക്കണം. അങ്ങനെയാണ് കീഴടക്കം. അപ്പൊ ഒരാൾ 10 ദിർഹം കൊടുത്താൽ 6 ദിർഹമാണ് ദാറുൽ ഹുദക്ക് കിട്ടുക, 4 ദിർഹം പിരിക്കുന്ന ആൾക്കാർ. ഉദാഹരണം, ആ രീതി ദാറുൽ ഹുദക്ക് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം 10 ദിർഹം കൊടുത്താൽ 10 ദിർഹമും ദാറുൽ ഹുദക്ക് കിട്ടണം. അങ്ങനെയാണ് ഈ 30 കൊല്ലക്കാലവും ദാറുൽ ഹുദ നടന്നു വന്നത്. ആർക്കും 1 നയാ പൈസ, 1 ഉറുപ്പിക ഇന്ന് വരെയും കമ്മീഷൻ വകയിൽ കൊടുക്കപ്പെട്ടിട്ടില്ല. ദാറുൽ ഹുദയുടെ രീതി അങ്ങനെയാണ്. ദാറുൽ ഹുദയുടെ കാഴ്ചപ്പാട് അതാണ്. ഹലാലായ ഭക്ഷണം മാത്രമേ ദാറുൽ ഹുദയുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന കണിശമായ ബോധം ബാപ്പുട്ടി ഹാജി ആദ്യം മുതലേ സ്ഥിരീകരിച്ചു. കേരളത്തിലെ ഒരു നഗരത്തിൽ ലോട്ടറി ബിസിനസ് നടത്തുന്ന ഒരാൾ ദാറുൽ ഹുദക്ക് സംഭാവന അയച്ചു തരാറുണ്ടായിരുന്നു. അന്ന് അയാൾ ലോട്ടറിക്കാരനാണെന്ന് അറിയില്ല. പിന്നീട് ഒരിക്കൽ അയാൾ ദാറുൽ ഹുദയിൽ നേരിട്ട് വന്നു, പരിചയപ്പെട്ടു. ലോട്ടറിയുടെ ജില്ലാ ഏജന്റാണ്, ഞാനിങ്ങനെ സംഭാവന അയക്കലുണ്ട്, എന്നാൽ ഇന്നു മുതൽ നിങ്ങളുടെ സംഭാവന വേണ്ട എന്ന് പറഞ്ഞത് സ്നേഹപൂർവ്വം തിരസ്കരിക്കാനുള്ള മനഃശക്തി ബാപ്പുട്ടി ഹാജി പ്രകടിപ്പിച്ചു. ഹലാലായ ഭക്ഷണം കൊടുത്ത് വളരെ മഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ പരിശീലിപ്പിക്കപ്പെടുന്ന, പഠിപ്പിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ ഹലാലായ ഭക്ഷണം കഴിച്ച് വളരേണ്ടത് അനിവാര്യമാണ് എന്ന് ബാപ്പുട്ടി ഹാജി വിശ്വസിച്ചു, പഠിപ്പിച്ചു, പ്രയോഗവൽക്കരിച്ചു.
കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ദീനീ ദഅവത്ത് നടത്തണമെന്ന് നേരത്തെ ദാറുൽ ഹുദ ആഗ്രഹിച്ചതാണ്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഹുദവികളൊക്കെ അറബി ഉറുദു ഇംഗ്ലീഷൊക്കെ പഠിച്ച് വന്നപ്പോൾ എന്നാൽ പിന്നെ അവരെ പുറത്തേക്ക് അയക്കുക എന്ന് വെച്ചതാണ് എന്നല്ല, മറിച്ചാണ്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അറബിയും ഉറുദുവും ഇംഗ്ലീഷും പിന്നെ ദീനീ വിദ്യാഭ്യാസവും ഭൗതിക വിജ്ഞാനവും ഒക്കെ നൽകേണ്ടത് അനിവാര്യമാണെന്ന് നേരത്തെ കണ്ടുകൊണ്ടാണ് ദാറുൽ ഹുദ ആ രീതിയിലുള്ള പാഠ്യപദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, 70-80ഓളം മദ്രസകൾ 3-4 സംസ്ഥാനങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നു. ആ ചിത്രങ്ങളിൽ കണ്ട കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഉടുവസ്ത്രം പോലുമില്ലാത്ത. പലരും പറയാറുള്ളത് കേരളത്തിൽ നിന്ന് 50 കൊല്ലം പിന്നിലാണ് ബംഗാൾ ഓടുന്നത് എന്ന്. ഞാൻ പറയുന്നത് 80-100 വർഷങ്ങൾക്ക് പിന്നിലാണ് എന്നാണ്. വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി, സാമ്പത്തികമായി, സാമുദായികമായി, സാമൂഹികമായി എല്ലാ നിലക്കും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര അധപതനത്തിനാണവർ. ആ ചിത്രത്തിൽ കണ്ട ഒരു കൂരയുടെ ഉള്ളിലേക്ക് കടന്നാൽ അവിടെ ഒരുപാട് കുടുംബങ്ങളുണ്ടാവും. ഒരു വാപ്പാന്റെ കുറെ മക്കൾ, ആൺമക്കളും പെൺമക്കളും, അവരൊക്കെ വെവ്വേറെ കുടുംബമായി അതിന്റെ ഒരു കോണിലോ ഒരു മൂലയിലോ അല്ലെങ്കിൽ ചെറിയ തട്ടിക കെട്ടിയുണ്ടാക്കി അതിന്മേലൊരു കുടുംബം. ഇതൊക്കെയാണ് അവരുടെ അവസ്ഥ. വിദ്യാഭ്യാസത്തിന് കുട്ടികളെ അയക്കണമെന്ന ബോധം രക്ഷിതാക്കൾക്കില്ല. അങ്ങനെ ഒരു ബോധം ഇനി ഒരാൾ പറഞ്ഞുണ്ടാക്കിയാൽ തന്നെ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമില്ല. സ്ഥാപനമുണ്ട്, ബോധം രക്ഷിതാവിനുണ്ട്, എന്നാൽ തന്നെ കുട്ടിയെ അയക്കാൻ പറ്റുകയില്ല. കാരണം ബാപ്പയും ഉപ്പാപ്പയും പേരക്കുട്ടിയും ഒന്നിച്ച് ജോലി ചെയ്തെങ്കിലേ വീട്ടിൽ തീയിൽ പുക ഉയരുകയുള്ളൂ. വളരെ തുച്ഛമായ കൂലി കൊടുത്ത് ആദ്യവർഗം, ജന്മിവർഗം ഈ ദരിദ്ര നാരായണന്മാരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈക്കിൾ വിഷയത്തിന്റെ ആളുകളെ കണ്ടില്ലേ? ഇന്ത്യ രാജ്യത്ത്, ലോകത്ത് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഭാരതത്തിൽ മാത്രമാണ് മനുഷ്യനെ ഇരുത്തി ഇങ്ങനെയുള്ള വൃദ്ധ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടികളുള്ളത്. വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. അഞ്ചും 10ഉം 15ഉം 20ഉം ഒക്കെ കിലോമീറ്ററുകൾ ഇങ്ങനെയുള്ള വണ്ടികൾ അവർ ആശ്രയിച്ചുകൊണ്ടിരിക്കും. കാളവണ്ടികളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗ്രാമത്തിലേക്ക് 15-20 കിലോമീറ്റർ ഉണ്ടാകും. കാളവണ്ടിയിലാണ് അവർ യാത്ര ചെയ്യുന്നത്. മതമെന്ന് പറഞ്ഞാൽ ഒരു ജാതിയായി ആണ് അവർ സങ്കല്പിച്ചിരിക്കുന്നത്. ഈഴവൻ, നമ്പൂതിരി, നായർ, പിള്ള എന്നൊക്കെ പറയുന്നത് പോലെ മുസ്ലിം. അതുകൊണ്ടാണ് അമ്പലത്തിലേക്ക് പോകുന്ന മുസ്ലിമിനെ കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് ആവശ്യങ്ങൾ പറയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും അവിടങ്ങളിൽ കാണാൻ കഴിയുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മക്കയെയും മദീനയെയും ഒന്നും അവർക്കറിയില്ല. നമസ്കാരം, നോമ്പ് എന്താണെന്നറിയില്ല. ഞങ്ങൾ കൽക്കത്തയിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഡോക്ടർ മുൻകിർ ഹുസൈൻ സാഹിബിന്റെ വീട്ടിലാണ് താമസിച്ചത്. അദ്ദേഹത്തിന് കുട്ടികളില്ല, വിവാഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുന്ന അനുജനും മക്കളുമാണ്. ക്ലോസറ്റുള്ള ആ ഗ്രാമത്തിലെ ഏക വീട് അതാണ്. അനുജന്റെ മകനോട് ജ്യേഷ്ഠൻ ഡോക്ടർ മുൻകിർ ഹുസൈൻ സാഹിബ്, അദ്ദേഹം ബർദമാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സയൻസിൽ PhD നേടിയ വ്യക്തിയാണ്. തായ്വാനിലെ ഒരു കമ്പനിയിൽ റിസർച്ചറാണ് അദ്ദേഹം, ഗവേഷകൻ. അദ്ദേഹം എപ്പോഴെങ്കിലും വരുമ്പോൾ ബാഗോ സാധനം വീട്ടിൽ വെക്കുമ്പോൾ അടുത്തുള്ള പള്ളിയിലാണ് കിടന്നുറങ്ങുക. അങ്ങനത്തെ ഒരു ജാഹിദ. അപ്പൊ ഞങ്ങൾ ഇയാളുടെ അനുജന്റെ മകനോട് മൂത്താപ്പാനെ പറ്റി അന്വേഷിച്ചു, എന്താ വിവരങ്ങൾ, മൂപ്പര് എപ്പോഴാണ് വരല് പോലെ എന്ന്. അപ്പൊ ഇവൻ പറഞ്ഞു, മൂപ്പര് പകൽ ഭക്ഷണം കഴിക്കൂല, പകൽ ഭക്ഷണം കഴിക്കുകയില്ല.
കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇയാൾ എല്ലാ ദിവസവും നോമ്പ് നോൽക്കും എന്നാണ് ഇവൻ പറഞ്ഞതിന്റെ അർത്ഥമെന്ന്. നോമ്പ് എന്ന് പറഞ്ഞാൽ അവനറിയില്ല. നിസ്കാരത്തിന്റെ കാര്യം ഇവിടെ നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കും. ഇമാമിന്റെ കൂടെ കണക്ഷൻ കിട്ടിയാൽ അവർ നിസ്കരിക്കും. ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ കഴിയില്ല. ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ അറിയില്ല. ഫാത്തിഹ ഓതാൻ അറിയില്ല. റുക്കോയിലും സുജൂദിലും എന്തെങ്കിലും ചൊല്ലാൻ അല്ലെങ്കിൽ ചെയ്യാൻ അവർക്കറിയില്ല. അത്തഹിയ്യാത്തിനെ പറ്റി പറയുമ്പോണ്ട. ഇതാണ് അവരുടെ അവസ്ഥ. ഇസ്ലാമികമായ കാഴ്ചപ്പാട് ഒന്നും അവർക്കില്ല, അറിയില്ല. അവരെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ല. ബംഗാളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ അസർ നിസ്കരിക്കാൻ ഒരു പള്ളിയിലിറങ്ങി. അവിടെ ചെന്ന് നോക്കുമ്പോൾ 4-5 വയസ്സന്മാരിരുന്ന് ഫാത്തിഹ പഠിക്കുകയാണ്. ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, മറ്റേ ആളുകൾ അത് ഏറ്റു ചൊല്ലുകയാണ്. അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല, പഠിക്കാൻ അവസരമുണ്ടായില്ല. ഇപ്പോ മരിക്കാനായിട്ടുണ്ട്. ഫാത്തിഹ എങ്ങനെയെങ്കിലും ചൊല്ലാൻ ഓതാൻ പഠിച്ചുകൊണ്ട് മരിക്കണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം. അങ്ങനെ പഠിക്കണം. 1983 ബോംബെയിലെ മുസാഫർ ഖാന സന്ദർശിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. 1983 30 കൊല്ലമായി. വടക്കേ ഇന്ത്യക്കാരൊക്കെ ഹജ്ജിന് പോകുമ്പോൾ അന്ന് കപ്പലുള്ള കാലം. പിന്നെ 1-2 കൊല്ലമേ കപ്പലുണ്ടായിട്ടുള്ളൂ. ഇവര് ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ച നേരത്തെ വന്ന് ബോംബെ ഹജ്ജ് ഹൗസിൽ, മുസാഫർ ഖാനയിൽ, ഹജ്ജ് ഹൗസ് അല്ല മുസാഫർ ഖാന, ഹജ്ജ് ഹൗസ് പിന്നീടുണ്ടായിരുന്നു. അവിടെ കൂടുതൽ വെച്ചുണ്ടാക്കലും പിന്നെ നിസ്കാരം പഠിക്കലും ലബ്ബൈക്ക് അല്ലാഹുമ്മ പഠിക്കലും ഫാത്തിഹ പഠിക്കലും ഒക്കെയാണ് അവരുടെ ഈ 2-3 ആഴ്ചത്തെ അജണ്ട. കപ്പൽ ഓക്കെ ആകുന്നത് വരെ. ഹജ്ജിന് പോയാൽ തന്നെ 60 വയസ്സ് 65 70 75 വയസ്സ് ഒക്കെ ആയിട്ട്. ഹജ്ജിന് പോകുമ്പോൾ ഫാത്തിഹ ഓതാൻ ലബ്ബൈക്ക് അല്ലാഹുമ്മ ചൊല്ലാൻ അവർ മുസാഫർ ഖാനയിൽ വന്ന് പഠിക്കുകയാണ്. ഇങ്ങനെ വട്ടമിരുന്ന് പഠിക്കുന്നത് നേരിട്ട് കാണാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. ഇന്ന് അവിടങ്ങളിലുള്ള ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു നോക്കിയാൽ അതീവ ദയനീയമായ അവസ്ഥയാണ്. ദാരിദ്ര്യം, ജഹല്, അറിവില്ലായ്മ, ചൂഷിത വിഭാഗമായി അധപ്പതിച്ച ദയനീയമായ അവസ്ഥ. നേരത്തെ സൂചിപ്പിച്ച ഭൂസ്വാമികൾ ഇവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പത്രങ്ങളിൽ ചിലപ്പോൾ നമ്മൾ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്നത് കേൾക്കാറുണ്ട്. എവിടെ ടാറിട്ട റോഡ് അവസാനിക്കുന്നുവോ, എവിടെ വൈദ്യുതി ലൈൻ അവസാനിക്കുന്നോ അവിടുന്ന് അങ്ങോട്ട് മുസ്ലിമീങ്ങളുടെ ഗ്രാമമാണ് എന്ന് മനസ്സിലാക്കാം. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നിങ്ങൾ കണ്ടല്ലോ ആ സീഡിയിൽ അവരുടെ വീടുകളും അവരുടെ റോഡുകളും. അവർ കത്തിക്കൽ ചാണകമാണ്. ഒരു ചുമരുമ്മൽ കണ്ടു ഒരു ദൃശ്യമാണ്. വട്ടത്തിലൊരു സാധനം, ഇങ്ങനെ കറുത്ത സാധനം. ഈ ചാണകം പച്ചയിലെടുത്ത് ചുമരിന്മേൽ പതിച്ച് അത് ഉണങ്ങിയിട്ടത് കത്തിക്കും. അവരെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കുറച്ച് ആട്ടപ്പൊടി, പിന്നെ ഒരു ഉള്ളി, ഒരു മുളകും. സുഭിക്ഷമായ ഒരു ഭക്ഷണം. ഇവരുടെ വിദ്യാഭ്യാസവും സംസ്കാരവും സാമ്പത്തിക സ്റ്റാറ്റസും സാമൂഹിക ഔത്കൃഷ്ടവും ഒക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നു. രാഷ്ട്രീയക്കാർ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബംഗാളിൽ 35 കൊല്ലക്കാലം ന്യൂനപക്ഷ പ്രേമം പറയുന്ന ആളുകൾ ഭരണം നടത്തി. ഒരു പുരോഗതിയും ഉണ്ടായില്ല. പലയിടത്തും ഇങ്ങനെ രാഷ്ട്രീയക്കാർ അവർ ചൂഷണത്തിന് ഈ ദരിദ്ര വിഭാഗത്തെ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു. ചില ആളുകളൊക്കെ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തും. രാഷ്ട്രീയ സംഘടനകള്, ചാരിറ്റി സംഘടനകള്, അതുപോലെ സമ്പന്നന്മാര് ഒക്കെ. ഇതൊരിക്കലും ഒരു വിഭാഗത്തെ കൈപിടിച്ചുയർത്താൻ പര്യാപ്തമല്ല എന്ന് അല്പം ചിന്തിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും.
ഒരു സമൂഹത്തെ ഉയർത്തണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം നൽകണം. വിദ്യാഭ്യാസത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന സംസ്കാരം അവർക്കുണ്ടാകണം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നേരത്തെ അവർ സ്പഷ്ടമായ അന്ധകാരത്തിലും ദയനീയ അവസ്ഥയിലും ആണെങ്കിലും ശരി, വിദ്യയും സംസ്കാരവും പ്രസരിപ്പിക്കപ്പെടുമ്പോൾ അവർ ഉയർത്തെഴുന്നേൽക്കും. ഇത് ഖുർആൻ പഠിപ്പിച്ചതാണ്. വിദ്യയിലൂടെയും സംസ്കാരത്തിലൂടെയും മാത്രമേ ഒരു സമൂഹം ഉയർന്നു വരികയുള്ളൂ. വലിയൊരളവ് കുറെ ലോഡ് അരി നമ്മളൊരു പ്രദേശത്ത് കൊണ്ടുപോയി അവർക്ക് വിതരണം ചെയ്തു സൗജന്യമായി എന്ന് സങ്കല്പിക്കുക വലിയ ഒരു റിലീഫ് പ്രവർത്തനം. അവരരി തീരുന്നതുവരെ വെച്ചുണ്ടാക്കി തിന്നും. അവരുടെ ജീവിതത്തിനൊരു മാറ്റവും വരികയില്ല. ജീവിതത്തിന് മാറ്റം വരുന്നത് വിദ്യ കൊണ്ട് മനുഷ്യന്റെ ജീവിതം പ്രകാശനമാകുമ്പോഴാണ്. വിദ്യയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന, വിദ്യ നേടി തജ്ജന്യമായി ഉണ്ടാകുന്ന ഒരു സവിശേഷമായ അവസ്ഥയാണ് സംസ്കാരം. ഇവരുടെ സംസ്കാരം, ഇവരുടെ വേഷവിധാനങ്ങൾ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? കുട്ടികളുടെ, മുതിർന്നവരുടെ, വയസ്സായ ആളുകളുടെ കുടിക്കാനുള്ള ശുദ്ധജലം പോലും ലഭിക്കാതെയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തന മേഖല ഏകദേശം നിരന്ന ഭൂപ്രദേശമാണ്. അവിടെ വീടുണ്ടാക്കണമെങ്കിൽ തറയിൽ ഇടാൻ പോലും മണ്ണ് കിട്ടുകയില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? തൊട്ടടുത്ത സ്ഥലത്തുനിന്ന് മണ്ണ് എടുത്തിട്ട് ഈ തറയിലിടും. അപ്പൊ മണ്ണ് എടുത്ത സ്ഥലം ഒരു കുഴിയാകും, അഥവാ കുളമാകും. വേഗം വെള്ളം കാണുന്ന സ്ഥലം. അപ്പൊ ആ കുളത്തിൽ അവർ മീൻ വളർത്തും. വലിയ ഒരു കൃഷി അതാണ്, മത്സ്യകൃഷി. പറഞ്ഞു വരുന്നത്, ആ മത്സ്യം ജീവിക്കുന്ന ആ കുളത്തിൽ തന്നെ അവർ പാത്രം കഴുകലും മലമൂത്ര വിസർജനം ചെയ്ത ശുദ്ധിയാക്കലോ എന്ന് തന്നെയാണ്. അവര് ഒതുണ്ടാക്കലും അവര് സ്വന്തം വെള്ളമായി കണക്കാക്കലും ഒക്കെ ഈ ഒരു വെള്ളം. അവരെ പട്ടികളെ കഴുകലും എന്ന് തന്നെയാണ്, നായ്ക്കൾ വെള്ളം കുടിക്കലും തിന്നേനാണ്. നൂറ് കൊല്ലം മുമ്പ് കേരളത്തിൽ ഈ അവസ്ഥയില്ലല്ലോ. അതാണ് ഞാൻ 100 കൊല്ലം പിന്നിലാണെന്ന് ആദ്യം പറയാൻ കാരണം. ഇത് ഇവിടങ്ങളിലൊക്കെ ഉള്ള നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ബീഹാരികളും ബംഗാളികളും അതുപോലെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെയുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ സൗഹൃദവും സ്നേഹവും ഐക്യവും തീരെയില്ല. ഒരാൾ മറ്റൊരാൾക്ക് പാരവെച്ച് അയാളുടെ പുരോഗതി തടയാൻ ശ്രമിച്ച് അസൂയയും സ്പർദ്ധയും വിദ്വേഷവും ഒക്കെയായി ജീവിക്കുന്ന ഒരു വിഭാഗം. സാംസ്കാരിക ശൂന്യതയിൽ നിന്ന് ഉണ്ടാകുന്ന സ്വഭാവങ്ങളാണിത്. ഇതൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദാറുൽ ഹുദ എന്ത് ചിന്തിച്ചു? ഇവരെ കൈപിടിച്ചുയർത്തണം, ഇതിനവർക്ക് അറിവ് നൽകണം. ദാറുൽ ഹുദ ആദ്യമായി ഈ സംരംഭം തുടങ്ങിയപ്പോൾ പല ആളുകളും പരിഹസിക്കാൻ തുടങ്ങി. ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകണത്. ജനങ്ങളെങ്ങനെയാണ്? ജനങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കമന്റ് അടിക്കണം ഒരാളെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ. ദാറുൽ ഹുദ അത് അവഗണിച്ചു. ദാറുൽ ഹുദ തുടങ്ങിയെന്ന് തന്നെ അങ്ങനെയാണ്. ഈ പാടത്ത് വന്ന് മണ്ണിട്ടിട്ട് വേണം അത് വേറെ എവിടെയെങ്കിലും പോയി ഉണ്ടാക്കിയാൽ പോരെ. വേറെ എവിടെയെല്ലാം കോളേജ് നടക്കുന്നുണ്ട്. അതിലേക്ക് കടക്കാൻ ഇപ്പോൾ സമയമില്ല. ദാറുൽ ഹുദ വളരെ വ്യവസ്ഥാപിതമായി അതിന്റെ സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ പ്രത്യക്ഷതം കുറിച്ചു വെച്ച് വളരെ ആസൂത്രിതമായ സംവിധാനങ്ങളിലൂടെയാണ് അങ്ങനെ ഒരു പ്രസ്ഥാനം പടുത്തുയർത്തപ്പെട്ടത്. അങ്ങനെ പുറത്തേക്ക് പോയി. ഇതിന്റെ ആദ്യപടി എന്ന നിലക്കാണ് ദാറുൽ ഹുദയിൽ നിന്നുള്ള മുതിർന്ന വിദ്യാർത്ഥികളെ അവര് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് കേരളത്തിന് പുറത്തേക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന വിദ്യാർത്ഥികളെ അയച്ചത്. പിന്നെ ക്രമേണ അത് വികസിപ്പിച്ച് 50, 60, 70, 80 മുതിർന്ന വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ദാറുൽ ഹുദ സ്വന്തം ചെലവിൽ അയച്ചു. അയച്ചിട്ട് എന്താ ചെയ്യുക? ഉറുദുവിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, നിസ്കരിക്കണം, നോമ്പ് കൊടുക്കണം, മരിച്ചു പോകണം, കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം നൽകണം, അള്ളാഹു റസൂൽ ആരാണ് മനസ്സിലാക്കണം തുടങ്ങിയുള്ള
വളരെ പ്രാഥമികമായ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അങ്ങനെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി തരണം. അങ്ങനെയാണ് 1999 ഫെബ്രുവരിയിൽ കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾക്കായി ഒരു പ്രത്യേക ബ്രാഞ്ചസ്, ഒരു ശാഖ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംവിധാനം ദാറുൽ ഹുദയിൽ ആരംഭിക്കുന്നു. ഇന്ന് അൽഹംദുലില്ലാ 10-15 കൊല്ലം കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിന് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ തന്നെ ഇന്ന് സമുദായ സേവന രംഗത്തേക്ക് ഇറങ്ങി. ഭക്ഷണവും താമസവും വിദ്യാഭ്യാസവും ഒക്കെ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമാണ്, അവർക്ക് മാത്രമല്ല മലയാളികൾക്ക്. ഇന്ന് ദാറുൽ ഹുദ ഒരു ദിവസം നടക്കാൻ 1 ലക്ഷം ഉറുപ്പിക ചുരുങ്ങിയത് വേണം ഒരു ദിവസത്തിൽ. കാരണം 1450 ആൾക്ക് ഭക്ഷണം കഴിക്കാൻ എത്ര വേണമെന്ന് കണക്കൂട്ടിയൊക്കെയാൽ തന്നെ അറിയാമോ. 90ഓളം ഉസ്താദുമാർ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 10, 17, 15, 20 ഏക്കറുകളിൽ വ്യാപകമായി കിടക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയമാണ് ദാറുൽ ഹുദ. അവിടെ പഠിക്കുന്നവർക്കൊക്കെ ഈ ഭക്ഷണം, താമസം, വിദ്യാഭ്യാസം, പിന്നെ ഉസ്താദുമാർക്ക് ശമ്പളം, കറന്റ്, വെള്ളം, വെളിച്ചം, ഈ ഓരോ ലക്ഷവും കേരളത്തിലെ ദാറുൽ ഹുദ ക്യാമ്പസിന് മാത്രം ചെലവഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുട്ടികളൊക്കെ വളരെ വിദൂരതയിൽ നിന്ന് വന്ന് അത് പ്രായോഗികമായി കുറെ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് തന്നെ മനസ്സിലായി. ഇവർ ഈ കൽക്കത്തയിൽ നിന്നും ആസാമിൽ നിന്നൊക്കെ വരാൻ കാരണം എന്താ? 2500 കിലോമീറ്റർ ദൂരം 12 വയസ്സായ കുട്ടി വരിക. അവൻ ഇവിടുന്ന് ശവ്വാൽ വന്ന അടുത്ത ഷാബാനിലാണ് നാട്ടിൽ പോകണം ഉമ്മാനും ബാപ്പാനും കാണാൻ. അവരെ നാട്ടിൽ പഠിക്കാൻ സൗകര്യമില്ല. ചിലതൊക്കെ കൊണ്ടുവന്നാക്കണേ കുട്ടി കൃത്യമായി തിന്നാൻ കിട്ടുമല്ലോ. നാസ്ത, ചോറ്, ചായ, മറ്റൊക്കെ ഭക്ഷണം കിട്ടുമ്പോൾ പിന്നെ വളരെ അച്ചടക്കത്തോടുകൂടി ഒതുക്കത്തോട് ജീവിച്ചോടുകൂടി വരിക. വിദ്യയുടെ അറിവിന്റെ മാത്രം മനസ്സിലാക്കിയിട്ടല്ല ചിലർ വരുന്നത്. ഏതാണെങ്കിലും അൽഹംദുലില്ലാ ഈ സംരംഭം ഇന്ന് നിങ്ങൾ ഈ മനസ്സിലാക്കിയ ഇവിടെ എത്തി നിൽക്കുക. 70-80 മദ്രസകൾ, മദ്രസ മഹല്ലത്തിലുള്ള പ്രാദേശിക വിദ്യാർത്ഥികൾക്ക് അലിഫ്, ഫാത്തിഹ, സൂറത്ത്, നമാസ്, കിതാബ് നിസ്കരിക്കൽ എങ്ങനെ എന്നൊക്കെ പഠിപ്പിക്കും. പിന്നെ നമ്മുടെ നാട്ടിലെ അറബി കോളേജ് എന്ന് പറയുന്ന ആ സംവിധാനം, അതായത് ദൂരമുള്ള കുട്ടികളൊക്കെ വന്നിട്ട് അവരിൽ നിന്ന് കുറച്ചുകൂടി പ്രാഥമിക പഠനം പൂർത്തിയാക്കി ഇവരെ തെരഞ്ഞെടുത്ത് അവരെ പഠിപ്പിക്കുന്ന അറബി കോളേജ് സംവിധാനം നമ്മൾ പറയുന്ന അറബി കോളേജ്. ആന്ധ്രാപ്രദേശിൽ 4 ബാച്ചിന് പ്രവേശനം നൽകി, 4 കൊല്ലം പൂർത്തിയാകാൻ പോകും. ബംഗാളിൽ 2ാമത്തെ കൊല്ലത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഈ ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനം. ഇവിടങ്ങളിലൊക്കെ സകല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. വളരെ വിദൂരതയിൽ നിന്ന് മണിപ്പൂരിൽ നിന്ന് വന്നു, ആസാമിൽ നിന്ന് വന്നു, അതിന്റെ ചുറ്റുഭാഗം കുറെ ചെറിയ സംസ്ഥാനങ്ങളുണ്ട്. അപ്പൊ ആ കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിമീങ്ങൾക്കൊക്കെ സൗകര്യപ്രദമാകാൻ വേണ്ടിയാണ് ആസാമിൽ, അതായത് പഴയ ആസാമിൽ നിന്ന് പിരിഞ്ഞുണ്ടായതാ ഈ സിക്കിം, നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര എന്നൊക്കെ പറഞ്ഞ സംസ്ഥാനം. അവിടങ്ങൾക്ക് ഇസ്ലാമിന്റെ കാര്യം വളരെ ദയനീയമാണ്. പല മുസ്ലിങ്ങളും നാമമാത്ര മുസ്ലിങ്ങളാണെങ്കിൽ അവർ പിന്നെ ക്രിസ്ത്യാനിസത്തിലേക്ക് ചേക്കേറ്. അപ്പൊ അവർക്ക് സാമ്പത്തിക സഹായം, വിദ്യാഭ്യാസം ഒക്കെ ക്രിസ്തുമതത്തിന്റെ പ്രബോധകന്മാര് വാഗ്ദാനം ചെയ്യുന്നതുകൊണ്ട് ക്രിസ്ത്യാനിസത്തിലേക്ക് പോവുക. 2%, 5%, 8% ഒക്കെയാണ് അവിടെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ. അപ്പൊ അവർക്കെല്ലാം ഉപയോഗപ്പെടുന്ന വിധത്തിലാണ് നമ്മൾ ആസാമിലെ 5-6 ഏക്കർ ഭൂമി വാങ്ങി അവിടെ ഇപ്പോൾ ഒരു പ്രാഥമിക ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയായി. ഇനി അതിന്റെ കക്കൂസ്, ബാത്റൂം തുടങ്ങിയതിന്റെ പണി ഇനി തീരാനുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ അവിടെ അറബി കോളേജ് ആരംഭിക്കും. നാട്ടിലുള്ള കുട്ടികൾക്കുള്ള മദ്രസകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. 400ഓളം വിദ്യാർത്ഥികൾ, നാട്ടിലുള്ള വിദ്യാർത്ഥികൾ വ്യത്യസ്ത ഷിഫ്റ്റുകളിലായി വന്ന് അവർക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഫും ബാവും ഫാത്തിഹയും നിസ്കാരമൊക്കെ. വളരെ വലിയ കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടായതുകൊണ്ടാണ് കേരള മുസ്ലിമീങ്ങൾ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലെത്തിയത്. എന്ന് പറഞ്ഞാൽ ദീനുമായുള്ള ബന്ധം, ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ്, നിസ്കരിക്കാനുള്ള അല്ലെങ്കിൽ മതബോധങ്ങൾ അനുവർത്തിക്കാനുള്ള അവബോധം അവർക്കുണ്ടായത് മദ്രസ പ്രസ്ഥാനത്തിലൂടെയാണ്.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇല്ലായിരുന്നുവെങ്കിൽ വടക്കേ ഇന്ത്യയിലെ ഇത്തരം ആളുകളെ പോലെ തന്നെ നമ്മളും ആകുമായിരുന്നു. നമുക്ക് പ്രത്യേകത ഒന്നുമില്ലല്ലോ. നമ്മളമാർ തന്നെയായിരുന്നു അവരും. നമ്മളെക്കാൾ ആദ്യത്വവും പ്രതാപവുമുള്ളവരായിരുന്നു വടക്കേ ഇന്ത്യയിൽ താമസിച്ചു വരുന്നവരെ. അവരുടെ നവാബുമാരും സുൽത്താൻമാരും ഭരണാധിപന്മാരും വലിയ 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 മുഹദ്ദിസീങ്ങളും ഫുഖഹാവും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടായിരുന്ന രാജ്യമാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനം. അവരുടെ ദയനീയമായ ചരിത്രം എങ്ങനെ സഞ്ചാരമായി എന്ന് വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല. മാത്രമല്ല പഴയ ചരിത്രം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. മതവിദ്യാഭ്യാസവും മതബോധവുമാണ് മുസ്ലിം സമുദായത്തെ അന്തസ്സുള്ളവരാക്കി തീർക്കുന്നത്. നമുക്കൊക്കെ ഇതറിയാം, അവിടെയുള്ള ആളുകൾക്ക് ഇതറിയില്ല. അതുകൊണ്ടാണ് ദാറുൽ ഹുദ വളരെ സാഹസപ്പെട്ട് ദാറുൽ ഹുദയിൽ നിന്ന് യുവ പണ്ഡിതന്മാർ ഹുദവികളായി പുറത്തു വന്നു തുടങ്ങിയതോടുകൂടി അവരുടെ സേവനം, മാനുഷിക മാൻ പവറാണല്ലോ ഇതിന് ഏറ്റവും അധികം ആവശ്യം. ഹുദവികളാണ് ഇപ്പോൾ പറഞ്ഞ ആന്ധ്രയിലും വെസ്റ്റ് ബംഗാളിലും ആസാമിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഉസ്താദന്മാരായും ഓർഗനൈസർമാരായും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹുദവികളാണ്. അവർക്ക് അറബി, ഉറുദു, ഇംഗ്ലീഷ് ഭാഷകൾ അറിയാം. ദീനി വിദ്യാഭ്യാസം അവർക്കുണ്ട്. പിന്നെ ജനങ്ങളുമായി ഇടപഴകാനുള്ള പ്രത്യേക പരിശീലനങ്ങളൊക്കെ ഈ വിഷയത്തിൽ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് അൽഹംദുലില്ലാഹ് ഈ മഹത്തായ പ്രവർത്തനങ്ങൾ ദാറുൽ ഹുദ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ ആവശ്യമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ ഇത് ഒരു സമുദ്രത്തിലെ ഒരു തുള്ളി പോലെയാണ്. വളരെ ചെറിയ പ്രവർത്തനങ്ങളെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ബീഹാറിൽ നിന്ന്, പഞ്ചാബിൽ നിന്ന്, ജാർഖണ്ഡിൽ നിന്ന് ഒക്കെയുള്ള അപേക്ഷകൾ അവിടെ വന്ന് കെട്ടിക്കെടുക്കുക ദാറുൽ ഹുദയിൽ. 2 ആഴ്ച മുമ്പാണ് ബീഹാർ സംസ്ഥാനക്കാരനായ ഒരാൾ ഖത്തറിൽ ജോലി ചെയ്യുന്ന ആളുകൾ അതിൽ വന്നു എന്ന് നേരത്തെ ഇവിടെ നിങ്ങൾ കേട്ടത്. അയാൾ ഇതിൽ ആകൃഷ്ടനാകാൻ കാരണം ഖത്തറിലെ ഹുദവികളെ കണ്ടിട്ടാണ്. അയാളൊരു അധ്യാപകനാണ്. ഖത്തറിലെ ഹുദവികളുമായി പരിചയപ്പെട്ടപ്പോൾ അവര് അറബി, ഉറുദു, ഇംഗ്ലീഷൊക്കെ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരും മതപരമായി ഉയർന്ന വിജ്ഞാനമുള്ളവരുമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ എങ്ങനെ ഇത് സാധിക്കുന്നത്? നേരിട്ട് പോയി കാണണമെന്ന് തീരുമാനിച്ച് അയാള് ഖത്തറിൽ നിന്ന് ഒമാൻ എയർലൈൻസിൽ മസ്കത്ത് വഴി കരിപ്പൂരിൽ വന്നിറങ്ങി 2-3 ദിവസം ദാറുൽ ഹുദയിൽ താമസിച്ചു. ക്ലാസുകൾ വിസിറ്റ് ചെയ്തു. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ചു. അവർ പഠിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കി. അവരുടെ ഭക്ഷണക്രമം, അവരുടെ നമസ്കാര രീതികളൊക്കെ മനസ്സിലാക്കി. അയാള് പോയി ഇപ്പൊ ഖത്തറിനെ വിളിച്ചു, ഞങ്ങൾക്കൊന്നുണ്ടാക്കി തരണം. കാരണം തങ്ങളുടെ മോക്ഷത്തിന് നിദാനം ഇത് മാത്രമാണ് എന്നവർ മനസ്സിലാക്കി. ഇതുകൊണ്ട് ഈ മഹത്തായ യജ്ഞം വിജയകരമാകാൻ നിങ്ങളുടെയൊക്കെ ദുആ വേണം. നിങ്ങളുടെയൊക്കെ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് തീർച്ചയായും വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വരുന്ന ഫെബ്രുവരി 21, 22, 23 തീയതികളിൽ ദാറുൽ ഹുദയുടെ ബിരുദദാന സമ്മേളനവും വാർഷിക സമ്മേളനവും ഒക്കെ നടക്കുകയാണ്. അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ കൂടിയാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. ആ സമ്മേളനത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഇവിടെ ഈ പരിപാടി ഹുദവീസ് അബുദാബി ഹാദിയ ചാപ്റ്ററും ഇവിടെ നമ്മുടെ ദാറുൽ ഹുദ കമ്മിറ്റിയും സംയുക്തമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ ദുബായിലുണ്ടായിരുന്നു. മിനിയാന്ന് റാസൽ ഖൈമ ജംഇയ്യത്തുൽ ഇമാമിൽ ബുഖാരിയിലുണ്ടായിരുന്നു. അപ്പൊ അടുത്ത നാട്ടിലേക്ക് വരുന്ന ആളുകളുണ്ടെങ്കിൽ ഫെബ്രുവരി 20 അവിടെ എത്തുന്ന മാതിരി യാത്ര അറേഞ്ച് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആ പരിപാടിയിൽ സംബന്ധിക്കും. ഈ സമ്മേളനം തന്നെ ഒരു പേരിനർ സമ്മേളനം എന്ന നിലക്ക് 460 ആളുകൾക്ക് അവിടെ സനത് കൊടുക്കപ്പെടുന്നുണ്ട്, ബിരുദം നൽകപ്പെടുന്നു. പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നാഷണൽ മഹൽ കോൺഫറൻസ്. കേരളത്തിൽ ഈ ഇസ്ലാമിക ചൈതന്യം ഉണ്ടായത് മഹല്ല് പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അവിടെയുള്ള ആൾക്കാരൊന്നും അറിയില്ല. അതുകൊണ്ടാണ് പല പള്ളികളും പൂട്ടിക്കിടക്കുന്നുണ്ട് എന്ന് നേരത്തെ പറഞ്ഞത്. പുരാനി ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ കാലികളെ കെട്ടിയ ഒരു പള്ളിയുണ്ട്. കാലികളെ കെട്ടുന്ന പള്ളി. അപ്പൊ കാലികൾ ആരുതാന്ന് വെച്ചാൽ അതിന്റെ അടുത്ത് അവർ താമസിക്കുന്ന വീടുകളുണ്ട്.
പള്ളിയിൽ നിസ്കരിക്കുന്ന സ്ഥലമാണ്. അതിനടുത്ത് അറബി കോളേജിന് വേണ്ടി ഉണ്ടാക്കിയ ബിൽഡിംഗാണ്. അത് പള്ളിയെ അപേക്ഷിച്ച് കൂടുതൽ ഭദ്രത ഉള്ളത്. അപ്പൊ താമസമൊക്കെ അവർ അറബി കോളേജ് ബിൽഡിങ്ങിലാണ്. പള്ളി കുറച്ച് തുറന്ന സ്ഥലമായതുകൊണ്ട് കാലുകളെ കെട്ടൽ പള്ളിയിൽ പോകും. പുരാനി ദില്ലി ബസ് സ്റ്റേഷൻ ആർക്കും പോയാൽ കാണും. ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങോട്ട് കിടക്കുകയാണെങ്കിൽ ഇതിപ്പുറത്ത് കുറച്ച് ഉയർന്നൊരു സ്ഥലമാണ്. ഇങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കുന്ന, അവമതിക്കപ്പെട്ട് കിടക്കുന്ന നിരവധി പള്ളികൾ വടക്കേ ഇന്ത്യയിലുണ്ട്. ചില പള്ളികൾ അവിടെ ഇങ്ങനെ പൂട്ടിയിട്ടുണ്ടാവും, നിസ്കരിക്കാൻ ആളുണ്ടാവില്ല, ഹൗദില് വെള്ളം ഉണ്ടാവില്ല ഹൗദ് കൊടുക്കാൻ. കാരണം ഹൗദ് നിസ്കരിക്കാൻ എന്ന ആവശ്യത്തിന് അവിടെ ആരും വരാറില്ല. അതിനുള്ളിൽ കടന്നു നോക്കിയാലോ പായം ഉണ്ടാവില്ല, പടം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പള്ളി എന്ന് പറയാൻ അങ്ങനെ പരമ്പ് കൊണ്ടോ ഓല കൊണ്ടോ അല്ലെങ്കിൽ പുല്ല് മേഞ്ഞിട്ടോ ഒക്കെ ഉള്ളതാണ് ഇപ്പൊ ഈ പള്ളി എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിന്റെ അധപ്പതനത്തിന്റെ ആഴം എത്രമാത്രം ഗുരുതരമാണ് എന്നതിൽ നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഈ മഹല്ല് പ്രവർത്തനങ്ങൾ എങ്ങനെ അവിടെ നടപ്പാക്കാം എന്ന് അവിടെ നിന്ന് പ്രത്യേകം ക്ഷണിക്കപ്പെടുന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക കോൺഫറൻസാണ് നാഷണൽ മഹൽ കോൺഫറൻസ്. മുസ്ലിം രാജ്യങ്ങളിലും ഇല്ല മഹല്ല് എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷൻ ഉണ്ടാവുമെന്ന് മാത്രം. പള്ളി നടത്തുന്നതിനെ പറ്റി അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അറിയില്ല. അതൊക്കെ ഔഖാഫ് നടത്തും. കേരളത്തിൽ അത് ഒരു വെല്ലുവിളിയായി പൂർവികന്മാർ സ്വീകരിച്ച് മഹല്ല് സംവിധാനം ഉണ്ടാക്കി. അങ്ങനെ പള്ളിയിൽ നമസ്കാരവും നോമ്പിന്റെ കാര്യങ്ങളും പിതൃസക്കാത്തിന്റെ കാര്യങ്ങളും ഉളുഹിയ്യത്തിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മഹല്ലിലെ മുസ്ലിമീങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി അനുവർത്തിച്ചു വരുന്നു. മഹല്ല് സംവിധാനമാണ് അതിന് കാരണം. മഹല്ല് കമ്മിറ്റി തന്നെയാണല്ലോ മദ്രസ നടത്തുന്നത്, മഹല്ല് കമ്മിറ്റി തന്നെയാണല്ലോ ദർസ് നടത്തുന്നത്. അപ്പൊ നമുക്ക് ബന്ധമുള്ള ഒരുപാട് ലൊക്കേഷനുകളുണ്ട് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അവിടുന്നൊക്കെ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട് ക്ഷണിക്കപ്പെടുന്ന ആളുകൾ പങ്കെടുക്കുന്ന ഒരു നാഷണൽ മഹല്ല് കോൺഫറൻസ്. മറ്റൊരു പരിപാടി നാഷണൽ സ്റ്റുഡൻസ് മീറ്റ് ആണ്. വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്ന വിദ്യാർത്ഥികളെ, ഡിഗ്രിക്ക്, പിജിക്ക്, എംഫിലിന്, PhDക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാമാന്യം തമ്മീസ് വിവേകമുള്ള വിദ്യാർത്ഥികളെ ക്ഷണിച്ച് സ്റ്റുഡൻസ് മീറ്റ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെങ്ങനെ പഠിച്ച് നിങ്ങളെ ജോലി നിങ്ങളെ ജീവിതമായിട്ട് പോയാൽ പോരാ, ദീനിനു വേണ്ടി പ്രവർത്തിക്കണം. അവനവന്റെ പ്രദേശങ്ങളിൽ ദീനീയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം. SKSSF മാതിരി ഉദാഹരണം, അല്ലെങ്കിൽ SYS പോലെ ഉദാഹരണം, അങ്ങനെയുള്ള സംഘടിത പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് മഹല്ലിനെ ഉത്തേജിപ്പിക്കാൻ, ഉണർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾ സന്നദ്ധരാകണം. അതിന്റെ രീതിയും കോലും ചെയ്യലൊക്കെ ഇന്നതാണ് എന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് നാഷണൽ സ്റ്റുഡൻസ് മീറ്റ്. മറ്റൊരു പരിപാടി ഗ്രാൻഡ് അസംബ്ലി. ദാറുൽഹുദ കുടുംബം, ദാറുൽഹുദയും അതിനോട് അഫിലിയേഷനുള്ള 10-18 സ്ഥാപനങ്ങളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെയും ഉസ്താദ്മാരെയും മാനേജ്മെന്റ് പ്രതിനിധികളെയും ഒന്നായി സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗ്രാൻഡ് അസംബ്ലി. ഏകദേശം 5000-6000 ആളുകൾ പങ്കെടുക്കുന്നതിലെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വിദ്യാർത്ഥികളും ഉസ്താദുമാരും പ്രധാന മാനേജ്മെന്റ് ഭാരവാഹികളും. ദാറുൽഹുദയിൽ തന്നെ 1500ഓളം വിദ്യാർത്ഥികളുണ്ട്. നാഷണൽ ഗ്രാൻഡ് അസംബ്ലി, ദാറുൽഹുദയുടെ കുടുംബത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ചേർത്തൊരു പരിപാടി. പിന്നെ സന്നദ്ധദാന സമ്മേളനം, പിന്നെ ന്യൂനപക്ഷാവകാശ സമ്മേളനം. ന്യൂനപക്ഷങ്ങൾ അവമതിക്കപ്പെടുക തന്നെയാണ് കേരളത്തിൽ ഇന്നും. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറെ ന്യൂനപക്ഷ സംരക്ഷകന്മാർ പ്രത്യക്ഷപ്പെടും, പിന്നെ അവരെ കാണൂല. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ, വിവാഹപ്രായത്തിന് പ്രശ്നമുണ്ടായില്ലേ, ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന ഒരു മൗലികാവകാശം മുസ്ലിം സമുദായത്തിന് നിഷേധിക്കപ്പെടുകയാണ് കേരളത്തിൽ ഇതിലൂടെ. 18 വയസ്സാകാതെ പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ പാടില്ല. 21 വയസ്സാകാതെ ആൺകുട്ടികൾക്ക് വിവാഹിതരാകാൻ പാടില്ല. എന്നാൽ അവർക്ക് വ്യഭിചരിക്കാം. 18 വയസ്സാകുന്നതിന് മുമ്പ് അവർക്ക് വ്യഭിചരിക്കാവുന്നതാണ്. ഉഭയകക്ഷി സമ്മതത്തോടുകൂടി അവർക്ക് എന്തും ചെയ്യുക, അതിന് പ്രശ്നമില്ല. വിവാഹിതരാകാൻ നിയമ തടസ്സമുണ്ട്. പോലീസ് വന്ന് പിടിച്ചുകൊണ്ടു തങ്ങന്മാരും മൊയിലന്മാരും. ന്യൂനപക്ഷത്തിന്റെ അവകാശം ചവിട്ടി മെതിക്കപ്പെടുന്നതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്.
യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ കണ്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ഏത് മതവിഭാഗത്തിനും അവരവരുടെ മതം അനുഷ്ഠിക്കാനും ആചരിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും അത് പ്രബോധനം ചെയ്യാനുമൊക്കെ ആ മതത്തിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കാനുമൊക്കെയുള്ള അവകാശങ്ങൾ ഉണ്ട് എന്നത്. ഇപ്പോൾ അതിനെതിരെ നമ്മൾ കോടതിയിൽ പോയിരിക്കുക മുസ്ലിം സംഘടനകൾ. ഞാൻ പറഞ്ഞു വരുന്നത് ന്യൂനപക്ഷ സമ്മേളനത്തിന്റെ ന്യൂനപക്ഷ അവകാശ സമ്മേളനത്തിന്റെ പ്രസക്തി നിങ്ങളെ ഉണർത്താൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ 3 ദിവസം ഫെബ്രുവരി 21, 22, 23 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള വളരെ സുചിന്തിതമായി ആസൂത്രണം ചെയ്യപ്പെട്ട ഈ പരിപാടികളോടുകൂടിയാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അതിന്റെ ഒരു എളിയ പ്രതിനിധി എന്ന നിലയ്ക്ക് ഔദ്യോഗികമായി നിങ്ങൾ ക്ഷണിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമ്മേളനം പരിപൂർണ വിജയമാക്കി തരട്ടെ. ആമീൻ. നമുക്ക് ദുആ ചെയ്യാം. ദാറുൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ദാറുൽ അതിന്റെ സഹസ്ഥാപനങ്ങളും അണ്ടർ ഗ്രാജുവേറ്റ് സ്ഥാപനങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യാം. ശാരീരികമായി ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ അത് ചെയ്യണം. സാമ്പത്തികമായി ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. ആ സന്ദേശം മറ്റുള്ളവരിലേക്ക് കൈമാറാൻ നിങ്ങൾ സന്നദ്ധരാകണം. അള്ളാഹുവിന്റെ വജഹ് മാത്രം ഉദ്ദേശിച്ച് തുടക്കം കുറിക്കപ്പെട്ട സംരംഭമായതിനാൽ തന്നെയാണ് ദാറുൽ ഈ വിജയം നേടാനായത് എന്ന് നമ്മൾ മനസ്സിലാക്കും. 23 കൊല്ലം പ്രവർത്തിച്ച ശേഷമാണ് 2009 മെയ് മാസം 10-ാം തീയതി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു തങ്ങൾ അവർ ദാറുൽ ഹുദ ഒരു ഇസ്ലാമിക സർവകലാശാലയായി അപ്ഗ്രേഡ് ചെയ്തതായി പ്രഖ്യാപിച്ചു. അപ്പോഴും പല ആളുകളും അതെന്ത് യൂണിവേഴ്സിറ്റിയാണ്, അതിന് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പിന്നെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷന്റെ പെർമിഷൻ വേണം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ദാറുൽ ഹുദക്ക് അത് യൂണിവേഴ്സിറ്റിയായി ഉയർത്തപ്പെട്ട അതേ വർഷത്തിൽ തന്നെ കൈറോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദി ലീഗ് ഓഫ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് റാബിത്തത്തുൽ ജാമിഅത്തുൽ ഇസ്ലാമിയ്യ അതിൽ മെമ്പർഷിപ്പ് കിട്ടി. അടുത്ത വർഷം ഇസ്ലാമിക രാജ്യങ്ങളിലെ സർവകലാശാലകളുടെ മറ്റൊരു പൊതു പ്ലാറ്റ്ഫോമുണ്ട്, ഇത്തിഹാദു ജാമിഅത്തുൽ ആലമിൽ ഇസ്ലാമി, ദി ഫെഡറേഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഓഫ് ദി ഇസ്ലാമിക് വേൾഡ്, മൊറോക്കോ. അതിലും ദാറുൽ ഹുദക്ക് മെമ്പർഷിപ്പ് കിട്ടി. ദാറുൽ ഹുദയുടെ സർട്ടിഫിക്കറ്റുകൾ മറ്റു പല സർവകലാശാലകളും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സർവകലാശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വരെ ദാറുൽ ഹുദയുടെ സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. ഹംദർദ് യൂണിവേഴ്സിറ്റിയും ജാമിയ മില്ലിയയും ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയുമൊക്കെ ദാറുൽ ഹുദയുടെ സർട്ടിഫിക്കറ്റുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇത്രമാത്രം മഹത്തായ ഒരു സ്ഥാപനം, ഇത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം അനുസ്മരിച്ചുകൊണ്ട് ഒരു ശാക്യരായി, കൃതജ്ഞനായി, വളരെ വിനീതനായി ഞാനിത് നിങ്ങളെ അറിയിക്കുകയാണ്. അള്ളാഹുവിന്റെ സഹായം ദാറുൽ ഹുദക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് നേരത്തെ നിങ്ങൾ കേട്ടുള്ള കേരളത്തിന് പുറത്തുള്ള ധാരാളം മുസ്ലിമീങ്ങളുടെ മക്കൾ ഫാത്തിഹ പഠിച്ചു, നമസ്കാരം പഠിച്ചു. അർദ്ധനഗ്നരായി നടന്നിരുന്ന മുസ്ലിം പെൺകുട്ടികൾ പർദ്ദ ധരിച്ച് നടക്കാൻ തുടങ്ങി. ഇന്ന് ആസാമിലുണ്ടായ അനുഭവമാണത്. ദാറുൽ ഹുദയുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും. അതിൽ ഓമച്ചപ്പുഴ അബ്ദുള്ളാജി പോയപ്പോൾ കുറച്ച് പർദ്ദ വാങ്ങിക്കൊണ്ടുപോയി, കുറച്ച് പൊണ്ണുങ്ങൾക്ക് കൊടുത്തു. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ലേഡിയായിരുന്നു, ഓർക്കും കൊടുത്തു വന്നു. ഇന്ന് അവര് ആ പഞ്ചായത്ത് പ്രസിഡന്റും പർദ്ദ ധരിച്ച് മഫ്ത ധരിച്ചാണ് പുറത്തിറങ്ങുന്നത്. പൊട്ടൊക്കെ പോയി, മിനിസ്കറ്റുകൾ അപ്രത്യക്ഷമായി, കൈയില്ലാത്ത കുപ്പായം പോയി. ഇന്ന് 10, 12, 14, 16 ഒക്കെ വയസ്സായ കുട്ടികൾ അവിടെ നാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ടാണ്. ചെറിയ മാറ്റമല്ലല്ലോ. എന്ന് പറഞ്ഞാൽ അവർ ഇതിന് ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊടുക്കാൻ ആരും ഉണ്ടായില്ല ഇതുവരെ എന്നതാണ് അവസ്ഥ.
അവിടങ്ങളിൽ ചില അറബി കോളേജുകളൊക്കെ ഉണ്ട്, ചില പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കിടയിൽ ഐക്യമില്ല, വ്യവസ്ഥാപിതമായ പ്രവർത്തന രീതികളില്ല. മാത്രമല്ല അവിടെയുള്ള ആളുകളുടെ ആധിക്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഏത് പ്രവർത്തനങ്ങൾക്കും ഒരു മുൻഗണനാക്രമം വേണമല്ലോ. ആദ്യമാദ്യം ഇന്നത് ചെയ്യണം. മുൻഗണനാക്രമമില്ലാതെ വാരി വലിച്ച് ചെയ്താൽ അതിന്റെ ഫലം പ്രത്യക്ഷപ്പെടുകയില്ല. ഇതാണ് അവിടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ, മറ്റു സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിച്ച് വളരെ ഭാരിച്ച ഈ ദൗത്യം അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിന്റെ സഹായം പ്രത്യാശിച്ചുകൊണ്ട് ദാറുൽ ഹുദ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളൊക്കെ അതിന്റെ കൂടെ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ദാറുൽ ഹുദയുടെ ഈ അണ്ടർ ഗ്രാജുവേറ്റ് സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് വന്നതാണ്. ഞങ്ങൾക്കും ദാറുൽ ഹുദയുടെ സിലബസ് വേണം, ആവശ്യമായ സഹായ സഹകരണങ്ങൾ നിങ്ങൾ ചെയ്തു തരണം. ഇന്ന് ഈ സ്ഥാപനങ്ങളിലൊക്കെയുള്ള പരീക്ഷ ഒരേ സമയത്ത് ഒരേ പേപ്പർ കൊടുത്ത് സംഘടിതമായി നടത്തിക്കൊണ്ടിരിക്കും. സ്ഥാപനങ്ങളിലൊക്കെ സന്ദർശിച്ച് കുട്ടികളുടെ ക്ലാസ്സിലൊക്കെ കയറി പരിശോധന നടത്താൻ നമ്മുടെ മദ്രസകളിലെ മുഫത്തിഷ്മാരെ പോലെ ഒരു മുഫത്തിഷ്, ഒരു എക്സാമിനർ സ്ഥാപനങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. 2 ആഴ്ച മുമ്പ് അദ്ദേഹം ബോംബെയിലെ നമ്മുടെ സ്ഥാപനത്തിൽ പോയി. ഉദാഹരണം, അങ്ങനെ വ്യവസ്ഥാപിതമായി ഓരോ സ്ഥാപനങ്ങളിലും സഞ്ചരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി പരിശോധനകൾ നടത്തി അതിന്റെ റിപ്പോർട്ട് കമ്മിറ്റിയെ ഏൽപ്പിച്ച് ഒരു കോപ്പി ദാറുൽ ഹുദയിൽ എത്തിച്ച് ഇങ്ങനെ ഒരുപാട് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ. പെൺകുട്ടികൾക്ക് അല്ലൈൻ സുന്നി സെന്റർ സ്ഥാപിച്ച് നടത്തി വന്നിരുന്ന ഫാത്തിമ സഹറ ഇസ്ലാമിക് കോളേജ് 2-3 വർഷമായി അവർ ദാറുൽ ഹുദയെ ഏൽപ്പിച്ച് ഇന്ന് ദാറുൽ ഹുദയുടെ വനിതാ സെക്ഷനായിക്കൊണ്ട് ഫാത്തിമ സഹറ ഇസ്ലാമിക് കോളേജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച സിപെറ്റ് സെന്റർ ഫോർ പബ്ലിക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഇമാമുമാർക്ക്, മഹല്ലത്തുകളിലെ ഇമാമുമാർക്ക് ഒരപേക്ഷ കൊടുക്കണം. അതിന് വ്യവസ്ഥാപിതമായ രീതികളുണ്ട്. ആ 3 ആഴ്ചയിൽ ഒരു 4 ദിവസം, 3 ആഴ്ച കൂടുമ്പോൾ ഒരു തിങ്കളാഴ്ച വൈകുന്നേരം അവർ ദാറുൽ ഹുദയിൽ എത്തുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം അവർക്ക് മടങ്ങിപ്പോകാം. ഈ ഒരു ദിവസത്തിനകം വ്യവസ്ഥാപിതമായ ക്ലാസുകൾ, എല്ലാവിധ വിഷയങ്ങളും, ഇംഗ്ലീഷുണ്ട്, IT ഉണ്ട്, മനഃശാസ്ത്രമുണ്ട്, അധ്യാപന രീതികളുണ്ട്, ശാസ്ത്രീയ അഭിസംബോധന രീതികളൊക്കെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇമാം ട്രെയിനിങ് കോഴ്സ്. വിവാഹിതരാകാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത് വിവാഹിതരായ ദമ്പതിമാർക്ക്, ആണുങ്ങൾക്ക്, പുതിയാപ്പിളാർക്ക് വേറെ, പുതിയെണ്ണങ്ങൾക്ക് വേറെ ക്ലാസുകൾ, പെണ്ണുങ്ങൾക്ക് ക്ലാസുകൾ എടുക്കാൻ വേണ്ടി പ്രത്യേകം ട്രെയിനർമാരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു പരിപാടി അവിടെ ബനാത്തിൽ വെച്ച് നടക്കുകയാണ്. ഈ വനിതാ വിഭാഗത്തിൽ പല ആളുകളും പല സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് സംഘടിക്കാൻ പറ്റിയ സ്ഥാപനങ്ങളിൽ ക്ലാസുകൾ വെച്ച് അവിടെ പോയി ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ എല്ലാവർക്കും കൂടെ വിശദീകരിച്ച് പറയാൻ സമയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭങ്ങളൊക്കെ അവന്റെ ദീനിനും ഉമ്മത്തിനും ഉപകാരപ്പെടുന്നതാക്കുമാറാകട്ടെ. അതിനുവേണ്ടി സഹായിക്കുന്ന, അതിനെ സ്നേഹിക്കുന്ന, അതിനുവേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.